ചെറിയൊരു ചെക്കിങ് അടിച്ചിട്ടുണ്ടോ നോക്കിയതാണ്. മെഷീൻ വെച്ച് ഊതാൻ പറഞ്ഞായിരുന്നു. അത് എനിക്ക് പണ്ടൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെക്കിങ് കാണുന്നത്. ഓക്കെ, എന്തായാലും അത് പോയിന്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ മത്സ്യഫെഡിൻ്റെ ഒരു അക്വേറിയം ഉണ്ട്. ഈ അക്വേറിയത്തിൽ നമ്മൾ പലതവണ കയറിയിട്ടുള്ളതാണ്. കൊള്ളാം, ഒരു വൺ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാൻ കൊള്ളാം. പിന്നെ ഇതാണ് തെന്മല അഡ്വഞ്ചർ സോൺ, അതിൻ്റെ എൻട്രൻസ് ഇതാണ്. ആ ഡാമിൻ്റെ അടുത്തുള്ളത് ആക്ച്വലി ഒരു പാർക്കാണ്. അത് കുറേ അകത്ത് കയറി കാണാനൊക്കെ ഉണ്ട്. ഡിനോസറിൻ്റെ ഒക്കെ ഒരു സ്റ്റാച്യു ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അഡ്വഞ്ചർ സോണിൽ ഞാൻ കയറിയിട്ടില്ല. അത് മിക്സഡ് റിവ്യൂ ആണ് കേൾക്കുന്നത്. കുഴപ്പമില്ലാന്നും കേൾക്കുന്നുണ്ട്, കൊള്ളാമെന്നും കേൾക്കുന്നുണ്ട്. നമ്മളെന്തായാലും ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ ഒരു ദിവസം കയറിയിട്ട് വീഡിയോ ചെയ്യാം. ഇനി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ആക്ച്വലി പാലരുവി വാട്ടർഫോൾസ് ഉണ്ട്. അവിടെയും നമ്മൾ പലതവണ കയറിയിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണ് പാലരുവി വാട്ടർഫോൾസ്. പിന്നെ റോസ്മല ഒക്കെ അങ്ങോട്ടാണ് പോകുന്നത്. അതിനിങ്ങനെ 1-2 കർവൊക്കെ കയറി മുകളിൽ കയറി അങ്ങ് പോകണം. അതുപോലെ ഇവിടെ 13 കൊന്നര ബ്രിഡ്ജ്, അതും ഈ പോകുന്ന വഴിക്കാണ്. അതെല്ലാം കഴിഞ്ഞ് എത്തുമ്പോൾ നമുക്ക് ആര്യങ്കാവ് നമ്മുടെ തമിഴ്നാട് ബോർഡറിലെത്തും. അവിടെ നിന്ന് താഴോട്ടങ്ങ് പോകുമ്പോൾ നമുക്ക് തെങ്കാശിക്ക് പോകാൻ പറ്റും. തെങ്കാശിയിൽ കുറ്റാലം വാട്ടർഫോൾസ് ഉണ്ട്. പിന്നെ ഗുണ്ടാർ ഡാം എന്നൊരു ഡാമുണ്ട്. പിന്നെ ആ ബോർഡർ ചിക്കൻ ഒക്കെ കിട്ടും. 1-2 കടലുണ്ട്. റാഹത്തോ അങ്ങനെ ഒരു ഹോട്ടലുണ്ട്. പിന്നെ ഒരു നിയാസ് ഹോട്ടലുണ്ട്. അതിൽ ആ നിയാസ് ഹോട്ടലിൽ നമ്മൾ കയറി കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം അടിപൊളി ഫുഡ് തന്നെയാണ്. പിന്നെ ഈ തടി കൊണ്ട്, അതായത് ഫയർ വുഡിലാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്, ഗ്യാസ് അല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു സ്പെഷ്യൽ ടേസ്റ്റൊക്കെ ഉണ്ട്. അത് നമ്മുടെ കാടയുടെ റോസ്റ്റ് കിട്ടും. കാട റോസ്റ്റ് അടിപൊളിയാണ്. പിന്നെ കൊത്തു പൊറോട്ട, അതും സൂപ്പറാണ്. ഫാമിലി ഹെൽത്ത് സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വഴി കൊണ്ടുപോയി വണ്ടി നിർത്തിയാൽ ഇങ്ങനെ ഇരിക്കുവണ്ണ. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പം ഇവിടെ നിന്ന് വലത്തോട്ട് ചെങ്കോട്ട, ഇടത്തോട്ട് പുനലൂർ പോവാം. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. പരിസരത്തിൽ ഒരു പെപ്പർ ക്ലൂ എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല, പക്ഷെ നല്ലൊരു അഭിപ്രായമാണ് കേട്ടിട്ടുള്ളത്. നമ്മുടെ തെന്മല ഡാമെല്ലാം കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോഴാണ്. ഇത് നമ്മുടെ റെയിൽവേ ട്രാക്കാണ്.
അതുകൊണ്ട് വളരെ സൂക്ഷിക്കാം. ഇതാണ് നമ്മുടെ ഇതല്ല കൊണ്ടുവന്ന ബ്രിഡ്ജ് എത്തിയിട്ടില്ല. പക്ഷെ ഇത് നമ്മുടെ റെയിൽവേ ട്രാക്കാണ്. വെള്ളമൊക്കെയാണ്. പാറയിൽ നിന്നൊക്കെ വെള്ളം പിടിച്ചിങ്ങനെ വന്നിട്ടുണ്ട്. ആദ്യം നമ്മുടെ 13 കൊല്ലര ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. ഇവിടെ ആളുകൾ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കും. പക്ഷെ വളരെ സൂക്ഷിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടികളൊക്കെ പോകുന്നതാണ്. ബാക്കിയുള്ളവരെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കയറ്റി നിർത്തി ഒക്കെ എടുക്കാം. ഒരു കടയൊക്കെ വന്നിട്ടുണ്ട്. കുറേ അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പാലരുവി വാട്ടർഫോൾസ് വരും. പിന്നെ റോസ്മല വരും. റോസ്മലയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ റോഡ് ഒട്ടും ശരിയല്ലായിരുന്നു. അപ്പം നമ്മുടെ ഇഗ്നീസാണ് കൊണ്ടുപോയത്. നേരത്തെ ഉണ്ടായിരുന്നത് കുറച്ച് ദൂരം പോയി. പക്ഷെ ഒരു സ്ട്രെച്ച് എത്തിയപ്പം ഒരു വണ്ടികളും അങ്ങനെ പോകുന്നില്ല. ഈവൻ 4x4 വണ്ടി വരെ പോകാൻ ബുദ്ധിമുട്ടുള്ളത് പോലെയായിരുന്നു. പക്ഷെ അവിടെ ഉള്ളവരുടെ ജീപ്പ് സവാരി എടുക്കുകയാണെങ്കിൽ അവർ കൊണ്ടുപോകും. പക്ഷെ നമ്മൾ കൊണ്ടുപോകുന്ന റിസ്ക് ആയിരിക്കും. നമ്മുടെ കയ്യിൽ 4x4 ഉണ്ടെന്ന് പറഞ്ഞാൽ അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ആണെങ്കിൽ പോവാം. അല്ലാത്തവർ റിസ്ക് എടുക്കണ്ട. പക്ഷെ ഇപ്പം ഇനി റോഡ് ശരിയാക്കി കാണും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം മാമ്പഴത്തറ. ഈ ലെഫ്റ്റിൽ കാണുന്ന മാമ്പഴത്തറ. ഈ വഴി പോയി കഴിഞ്ഞാൽ മാമ്പഴത്തറ പോകാൻ പറ്റും. അടിപൊളി റൂട്ടാണ്. അത് നമ്മുടെ അച്ചൻകോവിൽ റോഡിന്റെ പാരലായിട്ട് വരും. ഇതുവഴി പോയി എനിക്ക് അച്ചൻകോവിൽ കയറാൻ പറ്റും തോന്നുന്നു. പക്ഷെ അത് കാടാണ്. നമ്മൾ മുമ്പൊരു യൂട്യൂബ് വീഡിയോസ് 2-3 കണ്ടിട്ട് നമ്മളൊന്ന് പോയി നോക്കിയായിരുന്നു. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. അത് ആരും മിസ്സാക്കരുത്. ഇവിടെ വരെയാണെങ്കിൽ ശരിക്കും പോവേണ്ട റോഡ് തന്നെയാണ്. നമ്മൾ ശരിക്കും വളരെ ദൂരത്തിൽ നിന്ന് ആനയൊക്കെ കണ്ടായിരുന്നു. പിന്നെ കാട്ടുപോത്തുകളുണ്ട്. കാട്ടുപോത്തുകളൊക്കെ പക്ഷെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ റേഞ്ചില്ല, ഒട്ടും റേഞ്ചില്ല. ഇതുവഴി കയറി നമുക്ക് പുനലൂർ പോയി കയറാം. പിന്നെ അച്ചൻകോവിലും ഏതോ റോഡിൽ പോയി കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഗൂഗിൾ മാപ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട്, അതായത് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്സ് ഒന്നും കിട്ടിയില്ല. നമ്മൾ ആകെ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. നേരെ പുനലൂർ റോഡ് തന്നെ ഫോളോ ചെയ്തങ്ങ് പോയി. ഇറങ്ങണമെന്നുണ്ട്, കയറാനുള്ള സമയമില്ല. ഈ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഈ വണ്ടി വരുന്നില്ലേ, ഇതാണ് പാലരുവി വാട്ടർഫോൾസ് പോയിന്റ് എൻട്രൻസ്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ KTDCയുടെ മോട്ടൽ ആരാമുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്, പാലരുവി. അതിനകത്ത് പോയി വണ്ടി പാർക്ക് ചെയ്യാം. വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ വണ്ടിയിൽ കൊണ്ടുപോകും. ടിക്കറ്റ് എടുത്തതിന് ശേഷം അവരുടെ ബസ്സിൽ സ്പോട്ടിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ഒരു RTO ചെക്ക് പോസ്റ്റ് ഉണ്ട്, ആര്യങ്കാവ്. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി ആര്യങ്കാവിലേക്ക് കടന്നു.
ഈ റൈറ്റാണ് റോസ്മല പോകുന്നത്, ചെങ്കോട്ട റോസ്മല. അവിടെ ഒരുപാട് ജീപ്പുകളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി കൊണ്ടുപോയി നശിപ്പിക്കേണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ജീപ്പിൽ കയറി പോകാം. കാരണം വളരെ നാരോ ആണ് റോഡ്. നമ്മൾ ഏറ്റവും സേഫ് ബെറ്റ് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവരുടെ ജീപ്പ് എടുത്ത് പോകുന്നതായിരിക്കും. കാരണം വളരെ നാരോ ആണ് റോഡ്. പിന്നെ തിരക്കുള്ള സമയമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി വരും. ഇത്തിരി റിസ്ക്കിയാണ്. കുറച്ച് സ്ട്രെച്ചൊക്കെ വളരെ മോശം തന്നെയാണ് റോഡൊക്കെ. 4x4 ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡ്രൈവർ നല്ല കോൺഫിഡൻ്റ് ആണ്. 4x4 വണ്ടി പോകും, ഓടിക്കാൻ കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തുണ്ടോ, ഒരു പ്രശ്നമില്ല. ഓറഞ്ച് ഉണ്ട് കുറെ. ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് പോകേണ്ട 3 സ്പോട്ടുകളിൽ ഒന്നാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എന്നാലും എൻ്റെ ഒരു ഇത് പറയാണ്. ഒന്ന് നമ്മുടെ പാലക്കാട് വഴി ഇറങ്ങാൻ പറ്റും. രണ്ടാമത്തത് കുമിളി, തേക്കടി കുമിളി വഴി നമ്മൾ തേനി എന്നുള്ളവർക്ക്, അതുപോലെ ആര്യങ്കാവ് വഴി തെങ്കാശിയിലേക്ക് ഇറങ്ങാം. പിന്നെ ഉള്ളത് അങ്ങ് അറ്റത്തുള്ളതാണ് നമ്മുടെ കന്യാകുമാരി പോയി ഇറങ്ങുന്നത്. പക്ഷെ അവിടെ മലയൊന്നുമല്ല, പക്ഷെ ഇതൊക്കെ ഹില്ലാണ്. ഹില്ലിൽ കൂടെ കയറി അങ്ങ് ഇറങ്ങുന്നതാണ്. നമ്മൾ ആര്യങ്കാവ് ഇങ്ങനെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ ഒരു ഹോട്ടലുണ്ട്, അമ്മച്ചി ഹോട്ടൽ. ചായയും കടിയൊക്കെ കിട്ടും വൈകുന്നേരം. വണ്ടി അവിടെ നിർത്തിയിട്ട് അവിടെ വ്യൂസൊക്കെ നോക്കാൻ പറ്റും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എസ് ബെൻഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ലോറി ഇങ്ങനെ കയറി വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കയറി വരുന്ന വണ്ടികൾക്ക് കൂടുതലും
ഹൗസ് എന്ന് പറഞ്ഞിട്ട്. അവിടെയും ചായയും കടിയും കിട്ടും. അവിടെ മിക്കവാറൊക്കെ അതുപോലെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ ആ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. സൂപ്പർ വ്യൂ ആണ് അവിടെ നിന്ന്. അവിടെ നിന്നേ കാണാം. വിൻഡിമില്ലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതേ ഇവിടെ കൂടെ വന്നൊരു വണ്ടി അങ്ങോട്ട് കയറി. അടിപൊളിയാണ്. നമ്മുടെ ഒരു ബനിയൻ ട്രീ. സൂപ്പർ. നമുക്ക് വഴി വന്നിരിക്കുകയാണ്. കയറി പോവാം. ഓക്കെ, താങ്ക്സ്. ഇവിടെ ഫോഗൊക്കെ ഉണ്ട്. അടിപൊളി. ഇനി ഒരു 2 വളവും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ താഴെ എത്തും. ലെഫ്റ്റ് സൈഡിലുണ്ടോ കുഴിയാണ്, വലിയ കുഴിയാണ്. മൂടിയൊന്നുമില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ നേരെ അവിടെ കിടക്കും. നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണ്. ഇവിടെ വരുമ്പോൾ അവിടെ നിന്ന് വണ്ടി കയറി വരുന്നു. അവനിപ്പോൾ ഒരു പ്രയോറിറ്റി എടുത്തുണ്ടോ ഈ താഴോട്ട് വരുന്ന വണ്ടി. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വേണം പോകാൻ. അതിനിടയ്ക്ക് ഇങ്ങനെ കയറി പോകും. അല്ല, അങ്ങനെയുള്ളവരും കാണും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കാം. കയറുമ്പോൾ തന്നെ വേറൊരു ലാൻഡ്സ്കേപ്പാണ്. അവിടെ കയറുമ്പോൾ തന്നെ ഒരു ബനിയൻ ട്രീ. പിന്നെ ഒരു തമിഴ്നാട്ടിൻ്റെതായ ഒരു ഫീലുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇഷ്ടംപോലെ ട്രക്ക് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ഇവിടെ കുറേ ചിപ്സും ഫ്രൂട്ട്സും ഒക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും. വില അങ്ങനെ കുറവൊന്നുമില്ല ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ. പക്ഷെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാവും. പെട്രോൾ അടിക്കാറുള്ള ഒരു ഇന്ത്യൻ ഓയിൽ പമ്പുണ്ട്. കോക്കോ പമ്പാണെന്നാണ് പറയുന്നത്. അതേ കാണുന്നതാണ് ആ പമ്പ്. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് തമിഴ്നാട്ടിൽ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറവായതുകൊണ്ട് നമ്മളിവിടെ വന്നതുകൊണ്ട് അടിക്കാം. നമ്മൾ പെട്രോൾ അടിച്ചു. ഇവിടെ 101 രൂപ 60 പൈസയാണ്. 2000 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. സൈഡിലൊക്കെ അടിപൊളി വ്യൂ ആണ്. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി ഉടനെ തന്നെ കണ്ടതെന്ന് വെച്ചാൽ ഇവിടെ മഴ പെയ്ത സാധ്യതകളൊന്നും കാണുന്നില്ല. മേഘ
ഉണ്ട് മേഘങ്ങൾ കുറച്ചൊക്കെ. പക്ഷെ കുറച്ച് ഇപ്പം നമ്മൾ തെന്മലയിൽ ട്രാവൽ ചെയ്തെന്ന പോലെ അല്ല, കുറച്ച് പൊടിയും ഇതൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ അധികം മഴയൊന്നും പെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ കറക്റ്റ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയ ഉടനെ തന്നെ ഫുള്ളി ക്ലൈമറ്റ് മൊത്തത്തിലങ്ങ് മാറി. ചെറിയ ചൂടൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ മഴയൊന്നും പെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ചൂട്. ബോർഡുണ്ട് ചെങ്കോട്ടൈ 9, രാജപാളയം 82. കൊടൈക്കനാൽ പോകുന്നവർക്ക് ഇതുവഴി പ്രിഫർ ചെയ്യാം. ഒന്ന് ജസ്റ്റ് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊത്തവും വളവും ഇതുമൊക്കെയാണ്. ഒരു പശു എടുത്ത് ചാടി, പശു വീണ്ടും ജീപ്പിന് മുമ്പ് ചാടാനാണ്. അത് പേടിച്ചു പോയി. ജീപ്പ് ബ്രേക്ക് പിടിച്ചത് കറക്റ്റ് ടൈം. ഇല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ സാധാരണ വരുമ്പോൾ ഇവിടെ മൊത്തം ഇങ്ങനെ പച്ചപ്പായിട്ട് ഇങ്ങനെ കിടക്കും. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു അവർ എല്ലാം ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് നെല്ല് എന്താ പറയുക ഇട്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് വിതയ്ക്കുകയാണ്. എനിക്കറിയത്തില്ല എന്താണ്. ഏതാണ്ട് ട്രാക്ടറൊക്കെ ഇട്ട് ഓടിക്കുകയാണ്. ഇവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നു, അംബാസമുദ്രം 14 കിലോമീറ്ററിനുണ്ട്. അംബാസമുദ്രം അവിടെ എനിക്കൊന്നൊരു ഡാം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് കുറേ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അല്ല അവിടെ നിന്നല്ല, അവിടെ നിന്ന് കുറച്ച് പോകണം. ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയാലും ഇവിടെ ടൈഗർ റിസർവ്, കലക്കാട് ടൈഗർ റിസർവ് ഒക്കെ ഉണ്ട്. തിരുവനന്തപുരം അങ്ങോട്ട് പോയി കയറാൻ പറ്റും. പക്ഷെ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അച്ചൻകോവിൽ 30 കിലോമീറ്ററാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം പോകാനായിട്ട്. ആ ഒരു ടേണിങ് ഏതാണ്ട് എത്താറായി എന്ന് തോന്നുന്നു.
റൈറ്റ് സൈഡിൽ റാഹത്ത് എന്നൊരു ഹോട്ടലുണ്ട്. പിന്നെ അതുപോലെ ഈ നേരെ കാണുന്ന വഴിയാണ്, ഒരു വൺ വേ ആണ്, അവിടെ നിയാസ് എന്നൊരു ഹോട്ടലുണ്ട്. പിന്നെ ഗുണ്ടാർ ഡാം പോകണമെങ്കിൽ ഇങ്ങനെ പോയിട്ട് കറങ്ങി അങ്ങ് പോകാൻ പറ്റും. ഗുണ്ടാർ ഡാം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുമ്പം ആ വഴി വേണം പോകാനായിട്ട്. ഇതാണ് ആക്ച്വലി ബോർഡർ ചിക്കനൊക്കെ കിട്ടുന്ന ആ 2 ഹോട്ടൽസ്. ഇവിടുന്ന് തെങ്കാശി 8 കിലോമീറ്റർ കാണിക്കുന്നത്. പഴയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ, പഴയ ബിൽഡിംഗ്, അടിപൊളി. കുറെ പോത്തുകൾ ഓടിക്കൂടെ നടന്നു പോകാൻ, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം പോകാൻ. In 300 meters, turn left. നമുക്ക് മേക്കരെ വേണം പോകാനായിട്ട്. അത് ഈ റൂട്ടല്ല, ഞാനാണ് മിസ്റ്റേക്കിൽ ഒന്ന് കയറിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകണം. തിരിച്ചില്ല. In 300 meters, turn left onto National Highway 744. ഇവിടെ മാർക്കറ്റ് പ്ലേസ് ആണ്, മൊത്തം മാർക്കറ്റ് പ്ലേസ് ആണ്. ചെങ്കോട്ടை മാർക്കറ്റ് പ്ലേസ് ആണ് മൊത്തം. സൈഡ് കാണുന്നതാണ് നിയാസ് ഹോട്ടൽ. ഇവിടെ ഒരുപാട് പടക്കം ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പൊട്ടാസ് തോക്കാണ് പഴയ. അതായത് നമ്മുടെ നിയാസ് ഹോട്ടലെത്തി. അതാണ് Take the next right onto National Highway 744. Continue on National Highway 744 for 7 kilometers. ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോൾ ഗൂഗിൾ മാപ്സിൽ ചെറിയ എന്തോ ഒരു കൺഫ്യൂഷൻ. അവൻ വീണ്ടും കറക്കി തിരിച്ച് നേരത്തെ പോയ റോഡിൽ തന്നെ വീണ്ടും കൊണ്ടുവന്നു.
ഇപ്പൊ നമ്മള് ലെഫ്റ്റിലോട്ടാണ് തിരിഞ്ഞത്. ഇത് നമ്മൾ ഇലഞ്ഞി എന്നുള്ള സ്ഥലമുണ്ട്. ഇലഞ്ഞി എന്നുള്ള സ്ഥലത്ത് കൂടെയാണ് പോകാൻ പോകുന്നത്. അന്യൻപാറ സ്ട്രൈറ്റ് പോയാൽ കുറ്റാലം വഴി പോകാൻ പറ്റും.